പാകിസ്ഥാൻ, റഷ്യ, ഇറാൻ തുടങ്ങി 75 രാജ്യങ്ങളിൽ നിന്നുള്ള പൗരന്മാർക്ക് കുടിയേറ്റ വിസ നൽകൽ നിർത്തിവെക്കുന്നതായി US. കുടിയേറ്റം തടയുന്നതിനുള്ള ഈ പുതിയ നീക്കം ബുധനാഴ്ചയാണ് US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് പ്രഖ്യാപിച്ചത്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ കുടിയേറ്റ നിയന്ത്രണ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് 75 രാജ്യങ്ങളിൽ നിന്നും US-ലേക്ക് കുടിയേറാൻ ആഗ്രഹിക്കുന്ന പൗരന്മാർക്കുള്ള വിസ നൽകൽ താൽക്കാലികമായി നിർത്തിയത്. രാജ്യത്തെ പൗരന്മാർക്ക് ആദ്യം മുൻഗണന നൽകുന്ന അമേരിക്ക ഫസ്റ്റ് എന്ന നിലപാടിന്റെ ഭാഗമാണിതെന്ന് വൈറ്റ് ഹൌസ് വ്യക്തമാക്കി. ട്രംപ് ഭരണകൂടം എപ്പോഴും അമേരിക്കൻ പൗരന്മാരുടെ ഒപ്പമാണെന്നും രാജ്യത്തെ ഒന്നാമതെത്തിക്കുമെന്നും കൂട്ടിച്ചേർത്തു. അമേരിക്കൻ ജനതയുടെ പണം ദുരുപയോഗം ചെയ്യുന്നവരെ തടയുക എന്ന ലക്ഷ്യത്തോടെയാണ് US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ നടപടി. പുതിയ കുടിയേറ്റക്കാർ അമേരിക്കൻ സമ്പത്ത് ചൂഷണം ചെയ്യില്ലെന്ന് ഉറപ്പാക്കുന്നതുവരെ വിലക്ക് തുടരുമെന്ന് US ഡിപ്പാർട്ട്മെന്റ് എക്സിൽ കുറിച്ചു. ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്റ്റേറ്റ് എന്ന എക്സ് പേജിലൂടെയാണ് ഇക്കാര്യം അറിയിച്ചത്. വിസ നൽകൽ നിരോധിച്ച രാജ്യങ്ങളിൽ ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളായ ബംഗ്ലാദേശ്, പാകിസ്ഥാൻ, ഭൂട്ടാൻ, നേപ്പാൾ, മ്യാൻമർ തുടങ്ങിയവയും ഉൾപ്പെടുന്നു. ജനുവരി 21 മുതൽ പുതിയ വിലക്ക് പ്രാബല്യത്തിൽ വരും. അതേസമയം ടൂറിസ്റ്റ്, ബിസിനസ് ആവശ്യങ്ങൾക്കുള്ള വിസയിൽ നിയന്ത്രണം ബാധകമല്ല. വിസ നിയന്ത്രണം ഏർപ്പെടുത്തിയ രാജ്യങ്ങളുടെ പട്ടിക US സർക്കാർ ഇതുവരെ പരസ്യമായി പുറത്തുവിട്ടിട്ടില്ല. എന്നാൽ നിയന്ത്രണം പ്രതീക്ഷിക്കുന്ന രാജ്യങ്ങളുടെ പേര് രാജ്യാന്തര മാധ്യമങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട്. അതേസമയം പ്രക്ഷോഭങ്ങൾ തുടരുന്നതിനിടയിൽ വ്യോമപാതയിൽ താൽക്കാലിക നിയന്ത്രണങ്ങൾ വരുത്തിയിരിക്കുകയാണ് ഇറാൻ. തിരഞ്ഞെടുക്കപ്പെട്ട ചില അന്താരാഷ്ട്ര വിമാനങ്ങൾ ഒഴികെയുള്ളവ താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണ്. വ്യോമപാതയിലെ നിയന്ത്രണവുമായി ബന്ധപ്പെട്ട് ഔദ്യോഗികമായ വിശദീകരണങ്ങൾ ഇറാൻ നൽകിയിട്ടില്ല. ഇറാനിലെ താൽക്കാലിക നിയന്ത്രണത്തിന് പിന്നാലെ എയർ ഇന്ത്യ വിമാനങ്ങൾ വ്യോമപാത വഴിതിരിച്ചുവിടുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഇറാന്റെ വ്യോമപാതയിലൂടെ സഞ്ചരിക്കുന്ന വിമാനങ്ങൾ വഴിതിരിച്ചുവിടുമെന്ന് എയർ ഇന്ത്യ പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നു. അതുകൊണ്ട് തന്നെ വിമാനങ്ങൾ വൈകാൻ സാധ്യതയുണ്ടെന്നും എയർ ഇന്ത്യ അറിയിച്ചു. സുരക്ഷിതമായി വഴിതിരിച്ചുവിടുവാൻ സാധിക്കാത്ത വിമാനങ്ങൾ റദ്ദാക്കുമെന്നും എയർ ഇന്ത്യ വ്യക്തമാക്കി. വിമാനത്താവളത്തിൽ എത്തുന്നതിന് മുമ്പ് യാത്രക്കാർ വെബ്സൈറ്റിൽ കയറി വിമാനത്തിന്റെ വിവരങ്ങൾ അറിയണമെന്നും എയർ ഇന്ത്യ നിർദ്ദേശിക്കുന്നു. യാത്രക്കാരുടെയും ജീവനക്കാരുടെയും സുരക്ഷയാണ് തങ്ങൾക്ക് പ്രധാനമെന്നും എയർ ഇന്ത്യ കൂട്ടിച്ചേർത്തു.